എല്ലാവർക്കും നമസ്കാരം. ഇപ്പം സമയം 10 കഴിഞ്ഞു. എനിക്ക് കുറച്ച് അരി ആട്ടാനുണ്ട്. അപ്പത്തിനും ആട്ടി വെക്കണം, ദോശയ്ക്കും ആട്ടി വെക്കണം. അപ്പം 10 മണിക്ക് ശേഷം നമ്മൾ അരി ആട്ടിയാൽ വോൾട്ടേജ് കൂടുതലായിരിക്കും. എന്താ റീസൺ? മിക്ക വീട്ടുകാരും ആഹാരമൊക്കെ കഴിഞ്ഞ് അവർ ഉറങ്ങാൻ കിടന്നിരിക്കും. അപ്പോൾ ബാക്കിയുള്ള അവരുടെ പവർ ഉപയോഗിക്കുന്ന പവർ കുറച്ചായിരിക്കും. കാരണം കിടക്കുന്ന റൂമിൽ മാത്രമല്ലേ കറണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെപ്പോഴും 10 മണിക്ക് ശേഷം പിന്നെ ഒട്ടുമിക്ക കടകളായാലും എല്ലാ ഒട്ടുമിക്ക സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം ഈ 10 മണിക്ക് ആകുമ്പോഴത്തേനും എല്ലാം അടച്ചു കഴിയും. അപ്പം നമുക്ക് കുറച്ച് വോൾട്ടേജ് കൂടുതൽ കിട്ടും. ഇതാണ് എൻ്റെ അറിവ്. അപ്പം അതുകൊണ്ട് ഞാൻ 10 മണിക്ക് ശേഷമാണ് ആട്ടി വെക്കുന്നത്. പുളിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. ഈ മഴ സീസണൊക്കെ വരുമ്പം പുളിക്കാൻ പാടായിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കഥകളെല്ലാം ഞാൻ അടച്ചത് വർക്ക് ഏരിയയിലാണ് ഞാൻ ഇത് മിക്സി വെച്ചേക്കുന്നത്. അപ്പം മിക്സിയിലാണ് ഞാൻ ആട്ടുന്നത്. എനിക്ക് ഗ്രൈൻഡർ ഇല്ല. കാരണം മെമ്പേഴ്സ് കുറവായതുകൊണ്ട് ഞാൻ ഗ്രൈൻഡർ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് ആട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ദോശയ്ക്കുള്ള ഉഴുന്നാണ് ആട്ടാൻ പോകുന്നത്. പിന്നെ ഉലുവയിടാൻ മറന്നുപോയി. അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ ഈ പുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഈ ആട്ടിയ മാവെടുത്ത് അതിനകത്ത് വയ്ക്കാം. നമുക്ക് നല്ലപോലെ എളുപ്പം പുളിച്ച് കിട്ടും. അരി മാവ് വേവത്തൊന്നുമില്ല. അത്രയും അങ്ങ് തിളപ്പിക്കരുത് ആ വെള്ളം. പിന്നെ വേറൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു 2 മിനിറ്റ് എങ്ങാണ് ഓവനൊന്ന് ചൂടാക്കുക. അതായത് ഒന്ന് ഓടിച്ചിട്ട് ഓണാക്കി അത് 2 മിനിറ്റ് ചൂടാക്കിയിട്ട് പവറങ്ങ് ഓഫാക്കിയിട്ട് അതിനകത്തെടുത്ത് പാത്രം വെച്ചാൽ രാവിലെ ആകുമ്പോൾ എളുപ്പം പുളിച്ച് കിട്ടും. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഞാൻ മഴ സീസണിൽ ചെയ്യുന്നത്. ഇപ്പം ചൂട് കൂടുതലുള്ളതുകൊണ്ട്, പിന്നെ നാളെ സൺഡേയും കൂടെ ആയതുകൊണ്ട് ഉറക്കം എഴുന്നേൽക്കുന്നത് താമസിച്ചായിരിക്കും. അപ്പം നമുക്ക് പതുക്കെ കൊണ്ട് പുളിച്ച് കിട്ടിയാൽ മതി. അത്ര വെളുപ്പം കാലത്ത് പുളിക്കണ്ട. നോർമൽ ഡേയ്സ്, വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ നേരത്തെ പുളിച്ച് കിട്ടണം. 10 മണിക്ക് ശേഷം ആട്ടിയിട്ട് ഞാൻ ഈ 2 പരിപാടിയിൽ ഏതെങ്കിലും, ഞാൻ കൂടുതലും ചെയ്യുന്നത് ഓവൻ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് എളുപ്പം പുളിച്ച് കിട്ടും. അപ്പം ഞാൻ ഉഴുന്ന് കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് ആട്ടാൻ. അപ്പം ഞാൻ ആട്ടാൻ പോവാം. സ്വിച്ച് ഓൺ ആക്കിയില്ല. ചൂടെടുത്തിട്ട് എനിക്ക് സഹിക്കാൻ. മിക്സിയിലാട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 1-ലാണെങ്കിൽ പിന്നെ ഇച്ചിരി ഇറങ്ങുമ്പോൾ 2-ലാക്കണം. അങ്ങനെ ചിലരൊക്കെ ഒരു പരിപാടി ചെയ്യും, ഊണെടുക്കാം. നല്ല അരി ഉഴുന്നും ആട്ടാനുണ്ട്. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് ആടണം കേട്ടോ. പിന്നൊരു കാര്യമുണ്ടേ, ഈ ഗ്രൈൻഡർ ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, നല്ല പതയ്ക്കും കേട്ടോ. നല്ല പോലെ പതയ്ക്കും. അപ്പം ദോശയൊക്കെ നല്ല ഒന്ന് നോക്കട്ടെ, ആടി നല്ലതായിട്ട് ആടി, സൂപ്പറായിട്ട്. അപ്പം ഞാൻ ദോശയ്ക്കുള്ളത് വെക്കുന്നത് ഈ കലത്തിലാണ്. കണ്ട, ആ കലത്തിലാണ് ഞാൻ ദോശയ്ക്കാട്ടി വെക്കുന്നത്. നല്ല ആടിയിട്ടുണ്ട്, സൂപ്പറായിട്ട് ആടി. ഞാൻ അരി ഞാൻ
നാളെ കുറേ പച്ചക്കറികൾ കിടക്കുന്നു എൻ്റെ ഫ്രിഡ്ജിൽ. അപ്പം അതെല്ലാം കൂടെ ചേർത്തൊരു സാമ്പാർ വെക്കണമെന്നുണ്ട്. കല്യാണത്തിനൊക്കെ വെച്ച് സാമ്പാർ കുറേ ഞാൻ എടുത്ത് കളഞ്ഞു. കാരണം ഇവിടെ കഴിക്കാൻ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഒരുപാട് വെച്ചാലും കഴിക്കാൻ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ. അപ്പം ഞാൻ ഓടിപ്പോയി പച്ചരി ഞാൻ കഴുകിയിട്ടാണ് വെള്ളത്തിയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ എടുത്തുണ്ടട്ടെ. കുറച്ച് ഞാൻ ഇത് ദോശയ്ക്കുള്ളത് ഇടുവാണേ. കുറച്ച് ദോശയ്ക്ക് ഒരല്പം ചോറും കൂടെ ആട്ടും ഞാൻ കേട്ടോ. എങ്കിലേ എനിക്കൊരു നല്ല സോഫ്റ്റായിട്ട് തോന്നത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് ആട്ടുന്നത് കേട്ടോ. നമുക്ക് ബാക്കി പച്ചരി തേങ്ങയും സ്വല്പം ചോറും എല്ലാം കൂടെ ആട്ടി നമുക്ക് അപ്പത്തിനാട്ടി വെക്കാം. ഓക്കെ. അപ്പോൾ ഇതിപ്പം ഞാൻ ദോശയ്ക്കുള്ളത് കുറച്ച് നാടിയതിന് ശേഷം നമുക്ക് ചോറെടുത്താട്ടാം. കുറച്ച് ആടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറും കൂടെ ചേർക്കാം. എനിക്ക് ദോശയ്ക്കോ ഇഡലിക്കോ എടുക്കാം. അപ്പോൾ ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. കാരണം ചോറ് ആട്ടുമ്പോഴത്തേനും ഉണ്ടല്ലോ കുറച്ചങ്ങ് കട്ടിയാവും, ചോറ് പേസ്റ്റ് പോലെ ആവത്തില്ലേ. അപ്പം നമുക്ക് വെള്ളം തികയാതെ വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നോക്കാം ആടിയിട്ടുണ്ടോ. ആടി നല്ല ഫൈനായിട്ട് ആടി. ഈ മിക്സി തന്നെയാണ് നമ്മുടെ കല്യാണത്തിന് പാചകക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. നല്ല മിക്സി അത്. പിന്നെ ഇതിൻ്റെ അപ്പം ഞാൻ ചോറിനകത്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഓവനകത്ത് കയറ്റും. പിന്നെ ബാക്കിയിരിക്കുന്ന പച്ചരിയും തേങ്ങ എനിക്ക് തിരുങ്ങണം, തിരുമിയിട്ടില്ല. അതും കൂടെ തിരുമിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പത്തിനാട്ടി വെക്കും. ചോറും കുറച്ച് തേങ്ങയും എല്ലാം കൂടെ ആക്കിയിട്ട് അപ്പത്തിനാട്ടി. അപ്പം നമുക്ക് ഒന്നിരാടം ദിവസങ്ങളിൽ അപ്പം എടുക്കാം. ഒരു ദിവസം, അടുത്ത ദിവസം ദോശ എടുക്കാം. അങ്ങനെ വെക്കാം. അങ്ങനെ ആട്ടി വെച്ചാൽ നല്ലതാണ്. നമുക്ക് ആട്ടുന്ന സമയത്ത് ഒരല്പം ഇച്ചിരി ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്ത് വെച്ചാൽ. അപ്പം ഞാനൊരു കാര്യം ചെയ്ത് കൊണ്ടുവന്ന് ഓവനകത്ത് വെച്ചിട്ട് വരാം. എന്താ, എന്നിട്ട് തേങ്ങ തിരുമണം. ഞാനേ തേങ്ങയും അരിയും രണ്ടും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ നാടി വന്നിട്ട് ഞാൻ വെളിയിൽ കതവ് തുറന്നിട്ടേക്കുക. എല്ലനും ജോലിയും തുറന്നു നടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. എന്നുവെച്ചാൽ ചൂടെടുക്കുന്നു എനിക്ക്. ഇവിടെ എക്സോസ്റ്റ് ഉണ്ട്, അത് ഇട്ടാലും അത്ര അങ്ങോട്ട്. പിന്നെ ചിലപ്പോൾ ഇത് അണയ്ക്കാൻ മറന്നു പോകും ഞാൻ. ഓക്കെ. അപ്പം നമുക്ക് ആട്ടാം. അപ്പോൾ ഒരുവിധം ആട്ടിയിട്ടുണ്ട്. ഞാൻ ചോറും ഇട്ട് കൊടുക്കാം. ആ തേങ്ങയും ചോറും കൂടെ ഒക്കെ തേങ്ങ ഇടുമ്പോൾ ഉണ്ടല്ലേ ഭയങ്കര ടേസ്റ്റ് കിട്ടും. പിന്നെ നാളെ അഥവാ വെള്ളം കുറവാണെങ്കിൽ തേങ്ങ ഇനി ഞാൻ പഞ്ചസാരയൊന്നും ഇടത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാര ഇട്ടാലേ ഷുഗറുള്ളവരല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടത്തില്ല. ഇത് ആട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരല്പം ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല പോലെ അങ്ങ് പൊങ്ങും രാവിലെ ആകുമ്പോഴത്തേനും. ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ ആടിയൊന്ന് നോക്കാമേ. ചോറും നല്ല സൂപ്പറായിട്ട് ആടി കണ്ട ഈ പരുവത്തിലാണ്. കൺസിസ്റ്റൻസി ഇതാവണം. കാരണം ഇതിപ്പോൾ അങ്ങ് ഇച്ചിരി ഒരു കുറുക്കുണ്ട്. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേനും അത് നമുക്ക് വല്ല തേങ്ങാ വെള്ളമോ അങ്ങനെയാണോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാം. ഈ സെറ്റ് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഭാഷയത്. സെറ്റെന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെച്ചെന്നുള്ള ഒരു റെഡിയാണെന്നുള്ള ഒരു മീനിങ് ആണെന്ന് തോന്നുന്നു. പിള്ളേരങ്ങനെയാണ് പറയുന്നത് സെറ്റ്.
നല്ല ആടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈസ്റ്റും കൂടെ ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ടങ്ങ് ഇത് പൊങ്ങും. വേണമെങ്കിൽ നാളെ നമുക്ക് അപ്പം ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ദോശയാക്കും. ഏതിനും മാവുണ്ട്. ദോശയോ ഇഡലിയോ. ഞാൻ ഇച്ചിരി ഇഡലി പരുവത്തിൽ എന്ന് വെച്ചാൽ നല്ലപോലെ ആടിയിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ഇഡലിയുടേതാണ് വെച്ചേക്കുന്നത്. ഇത് ഞാൻ ഇച്ചിരി ഇത് കഴുകിയും ഒഴിക്കുകയും ചെയ്തു. അപ്പം എൻ്റെ കാര്യം ഓക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇഡലിക്കും ദോശയ്ക്കും അങ്ങ് ഒരുമിച്ചാട്ടി വെച്ചാൽ നമുക്ക് ഇഡലിയും ഉണ്ടാക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇഡലിയുടെ മാവ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ എന്തായാലും കാണും. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് നമ്മൾ ദോശയോ ഇഡലിയോ ആക്കേണ്ടി വരും. പക്ഷേ അപ്പത്തിനും കൂടെ ആട്ടി വെച്ചാൽ നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. മനസ്സിലായോ? പിന്നെ ദോശയൊക്കെ 2 മാക്സിമം വന്നാൽ 3 പ്രാവശ്യം 3 ദിവസം അത്രയും എടുക്കാം. ആദ്യത്തെ ദിവസം ഇഡലി ഉണ്ടാക്കണം കേട്ടോ. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും നമ്മൾ എപ്പോഴും ദോശ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. ആണ് നല്ലത്. അപ്പം ഞാൻ പാത്രം ഇതും കഴുകി വെച്ച്, അത് അതിൻ്റെ അകത്തൊന്നും ഇല്ല. അപ്പം അതും ഒന്ന് കഴുകി വെച്ച് എൻ്റെ പരിപാടികളെല്ലാം നീറ്റായി ഇതെടുത്ത് തുടച്ചങ്ങ് വെക്കാം. തുടച്ച് വെച്ചാൽ അതും ഒന്ന് ജോലി അങ്ങ് കഴിയും. നമ്മുടെ മിക്സി ഒന്ന് തുടച്ചിട്ടെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ പുറത്തൊന്നും ആയില്ല എങ്കിലും നമുക്കൊന്ന് തുടച്ച് വെച്ചാൽ അപ്പം തുടച്ച് വെച്ചാൽ വൃത്തിയായിട്ടിരിക്കും. ഞാൻ എപ്പോഴും ചേട്ടൻ പറയും നമ്മുടെ എന്താണ് അരകല്ലെടുത്ത് വെളിയിലിടുന്നു. എനിക്ക് ചില സമയത്ത് നമ്മൾ വറുത്തരയ്ക്കുന്നത് നമ്മുടെ കല്ലിൽ വെച്ച് അരച്ചാണ്ടല്ലോ ഭയങ്കര എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ്, അല്ലെങ്കിൽ മിക്സിക്കകത്ത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്, എങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ഇതിൽ ചെയ്താൽ കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഇതിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകും. അത്ര ഉള്ളത്തില്ലല്ലോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാം. എനിക്ക് കാണാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ. അപ്പം നാളെ ഞാൻ ദോശയോ ഇഡലിയോ ഏതെങ്കിലും എനിക്ക് തോന്നുമ്പം ആ സമയത്ത് എന്തുവാന്ന് വെച്ചാൽ ഞാനങ്ങനെ ചെയ്യും. അപ്പോൾ അടച്ചും കൂടെ വെക്കാം. അപ്പം അടച്ച് വെച്ച് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കാണുന്നതൊക്കെ ഇഷ്ടമുണ്ട്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നിങ്ങൾ വെറുതെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്കിപ്പ് ചെയ്ത എല്ലാവരും കാണുന്നത്. പക്ഷേ എൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, നിങ്ങളതൊന്നും കാണുന്നില്ല. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നാളെ ഞാനൊരു സൺഡേ വ്ളോഗാണ്. എന്തായാലും എലന് ഇഞ്ചക്ഷനുണ്ട്. ആൻറ്റി റാബീസിൻ്റെ എടുക്കേണ്ടുന്ന ദിവസമാണ്. അപ്പം നാളെ അത് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയിട്ട് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അരിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിചാരിക്കുന്നു അതുപോലെയൊക്കെ നടന്നാൽ ഉണ്ടാക്കും. ഒന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. മുമ്പേ ഒന്നല്ല നമ്മൾ നിശ്ചയിച്ച് വെച്ചാൽ ചിലപ്പോൾ സാധിക്കാതെ വരും. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ രാവിലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.